ഡിഫറെൻറ്റ് ഫാബ്രിക്കിലും ഡിഫറെൻറ്റ് ഡിസൈൻസിലും വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസാണ് ഇന്ന് വരുന്നത്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടും ഒരു ഒക്കേഷൻ വെയർ ആയിട്ടെല്ലാം നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഫസ്റ്റ് വൺ നല്ലൊരു സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത് കേട്ടോ. അതിൽ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു ലൈൻ പാറ്റേണിലാണ്, ഒരു ഹൊറിസോണ്ടൽ സ്ട്രൈപ്പ് ഡിസൈൻസ് ആയിരിക്കും ഫുൾ സാരിയും വരുന്നത് കണ്ടോ. ഈ ഒരു സ്റ്റൈലിലായിരിക്കും സാരി വരുന്നത്. നല്ല കളർ പാലറ്റിലാട്ടോ, ഒരു പേസ്റ്റൽ കളർ ടോണാണ് വരുന്ന സാരിക്ക്. ഒരു ലൈറ്റ് യെല്ലോ, ഒരു യെല്ലോയിഷ് ഗ്രീൻ, ഒരു ലൈറ്റ് ടിൻറ്റഡ് ബ്രൗൺ, ആ ഒരു ടോണിലാണ് സാരിയിൽ സ്ട്രൈപ്പ് ഡിസൈൻസ് വരുന്നത്. അതിൽ ഹാൻഡ് വർക്കാണ്, ഹാൻഡ് വർക്കിലാണ് സാരിയുടെ ബോർഡേഴ്സ് ഫിനിഷ് ചെയ്യുന്നത്. നല്ലൊരു കലംകാരി ഡിസൈൻസ് വന്നിട്ട് അതിൽ ഫുള്ളായിട്ട് തന്നെ വരുന്നത് ഫ്രഞ്ച് നോട്ട്സും ബുള്ളി നോട്ട്സും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കിലായിരിക്കും ബോർഡേഴ്സ് ഫിനിഷ് ചെയ്യുന്നത്. പല്ലും അതേ പാറ്റേണിൽ തന്നെ ഫുൾ ഹാൻഡ് വർക്കിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഇതേ സ്റ്റൈലിൽ കലംകാരി ഡിസൈൻസ്, ആ ഓരോ ഡിസൈൻ്റെയും സെയിം അതേ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ഫ്രഞ്ച് നോട്ട്സ് വരുന്ന സാരിക്ക്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ക്ലോസ് ഷോട്ടിൽ. വളരെ സോഫ്റ്റ് ആട്ടോ സാരിയുടെ മെറ്റീരിയൽ, സോഫ്റ്റ് സെമി സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ട്രാൻസ്പെറൻറ്റും അല്ല, നമുക്ക് സിംഗിൾ ലെയറിൽ ഡ്രൈപ്പ് ചെയ്യാം. നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. സിംഗിൾ ലെയറിലായിരിക്കും കുറച്ചുകൂടി നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക്, കാരണം രണ്ട് സൈഡിലും ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട്, സ്ട്രൈപ്പ് ഡിസൈൻസും വരുന്നുണ്ട് സാരിക്ക്. സാരിയുടെ ക്ലോസ് ഷോട്ട് ഇങ്ങനെ വരും കേട്ടോ. ഇതായിരിക്കും സാരിയുടെ ആ ഒരു ടെക്സ്ചർ ഫീൽ ചെയ്യാനാണ് ഞാൻ ക്ലോസ് ഷോട്ട് കാണിക്കുന്നത്. സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക്. ഹാൻഡ് വർക്കിലായിരിക്കും ബോർഡേഴ്സ് ഫിനിഷ് ചെയ്യുന്നത്. ഇതൊരു സ്വാൻ, ഒരു ഫിഗേഴ്സ് വരുന്നുണ്ട് കേട്ടോ, ഒരു അരയന്നം. അത് വരുമ്പം ഓഫ് വൈറ്റിലായിരിക്കും ഈ ഒരു ത്രെഡിൽ ഫ്രഞ്ച് നോട്ട്സ് വരുന്നത്. വീണ്ടും യെല്ലോ, ലോട്ടസ് വരുമ്പം യെല്ലോ വരുന്നുണ്ട്, ഗ്രീൻ ഫ്രഞ്ച് നോട്ട്സ്. പിന്നെ ഡിഫറെൻറ്റ് കളർ പാറ്റേണിലായിരിക്കും ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്നത് സാരിയിൽ കണ്ടോ. സാരിയുടെ ബാക്ക് സൈഡ് വരുമ്പോഴും അതേ ആ ഒരു ഹാൻഡ് വർക്കിൻ്റെ അതേ ത്രെഡ് തന്നെയാണ് ബാക്ക് സൈഡിൽ വരുന്നത്. മുന്തണി ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെയാണ് സാരിയുടെ പല്ലു ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഒന്നാനിടെ ബാക്ക് സൈഡ് വരുമ്പോൾ ഫുൾ ആ ഒരു ഹാൻഡ് വർക്കിൻ്റെ ആ ഒരു ത്രെഡ് ആയിരിക്കും വരുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ് സാരിക്ക്. ഇതിൽ ഈ ഒരു ടോൺ തന്നെ സെയിം ഇതേ ടോൺ, ഞാനിപ്പം കൊടുത്തിരിക്കുന്ന ബ്ലൗസിൻ്റെ അതേ കളറിൽ തന്നെയുള്ള പ്ലെയിൻ ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് കളർ പാലറ്റ് വരുന്ന നല്ലൊരു സഫേദ് ഗ്രീൻ, അക്വ ഗ്രീൻ, അങ്ങനെ ഗ്രീനിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളർ വേരിയൻറ്റിലാണ് വരുന്ന സാരി. നല്ല പാറ്റേണിലാട്ടോ സാരി വരുന്നത്, സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു ഹാൻഡ് വർക്കിൽ തന്നെ ആയിരിക്കും ബോർഡേഴ്സ് ഫിനിഷ് ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ട്സും ബുള്ളി നോട്ട്സും വെച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് കളർ ത്രെഡ് വെച്ചിട്ടായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. കലംകാരി ഡിസൈൻസ് ആണ്, ഫിഗർ മോട്ടീവ്സ് ആയിരിക്കും. ഒരു സ്വാൻ്റെ ഡിസൈൻ മോട്ടീവ്സ് വരുന്നുണ്ട്, ലോട്ടസ് മോട്ടീവ്സും വരുന്നുണ്ട് സാരിയിൽ. കലംകാരി ഡിസൈനിൽ ഹൊറിസോണ്ടൽ സ്ട്രൈപ്പ് ഡിസൈൻസ് ത്രൂ ഔട്ട് ദ ബോഡി. സെയിം സ്റ്റൈലിൽ തന്നെ കളർഫുള്ളായിട്ട് ഹാൻഡ് വർക്കിലാണ് ഫുൾ മുന്താണി വരുന്ന സാരിക്ക്. ഈ ഒരു പാറ്റേണിൽ അതേ ബോർഡറിൻ്റെ അതേ കളർ പാറ്റേണിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് സെയിം ഡിസൈൻ തന്നെയാട്ടോ വരുന്നത്. ഇത് വരുന്നത് ഒരു ഓണിയൻ പിങ്ക് ആണ്. ഓണിയൻ പിങ്കും ഒരു ലാവൻഡറും കൂടി ബ്ലെൻഡറായിട്ട് വരുന്ന നല്ലൊരു കളർ പാറ്റേണിലാണ് സ്ട്രൈപ്പ് ഡിസൈൻസ് വരുന്നത്. ഹാൻഡ് വർക്കിൽ തന്നെയായിരിക്കും രണ്ട് സൈഡിലും ബോർഡർ വരുന്നത്. ഇതിൻ്റെ ആ ഒരു ബോർഡറിൻ്റെ ബേസ് വരുമ്പം ഒലിവ് ഗ്രീൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് കളറാണ് ബേസ് വരുന്നത് ആ ഒരു കളർ ടോണിലായിരിക്കും ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. ഇതിൽ വരുമ്പം ഒലിവ് ഗ്രീൻ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. സെയിം ഫ്രഞ്ച് നോട്ട്സിൽ തന്നെ പല്ലു ആ ഒരു ഗ്രീനിൽ തന്നെ ഫുൾ ഹാൻഡ് വർക്ക്, ഒലിവ് ഗ്രീൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പൗഡർ ബ്ലൂ ആണ്, സ്ട്രൈപ്പ് ഡിസൈൻസ് വരുന്നത്. പൗഡർ ബ്ലൂ ഹൊറിസോണ്ടലായിട്ട് ലൈൻസ് വരുന്നുണ്ട്. ഇതിലും അതേ പാറ്റേണിൽ തന്നെ കലംകാരി ഡിസൈനിലായിരിക്കും ഹാൻഡ് വർക്കും അതിലൊരു സ്മോൾ സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട് ഈ സാരിയിൽ വരുമ്പോൾ. ഒന്നാണ് ഈ സെയിം സ്റ്റൈലിൽ തന്നെ ഫുൾ ഹാൻഡ് വർക്കിലാണ് സാരിയുടെ പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് സാരി വീണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിലും ഡിസൈനിലും ഫാബ്രിക്കിലുമാണ് സാരി വരുന്നത്. ഇതും വരുന്നത് സോഫ്റ്റ് സിൽക്ക് തന്നെയാണ് വരുന്നത്. ഇതിൽ വരുന്നത് ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള വർക്കാണ് വരുന്നത് കേട്ടോ. ഫുൾ ഒരു ത്രെഡ് വെച്ചിട്ട് ഒരു സെറി വെച്ചിട്ടുള്ള ഒരു ഹൈലൈറ്റാണ് സാരിയിൽ ഓരോ ഡിസൈനും വരുന്നത്. നല്ലൊരു കളർ ടോണാണ് വരുന്നത്. ഒരു ലൈറ്റ് ഗ്രീനാണ്, ഒരു ടിൻറ്റഡ് മിൻ ഗ്രീനാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിലും ഈ ഒരു പാറ്റേണിലാട്ടോ ഒരു ആപ്ലിക് വർക്ക് വന്നിട്ട് അതിൽ കണ്ടോ ഒരു സെറിയിലുള്ള ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലുള്ള ത്രെഡ് വർക്കാണ് സാരിയിൽ വരുന്നത്. ഈ ഒരു സ്റ്റൈലിൽ വരും. വീണ്ടും ആ ഒരു പെയിൽ ഗ്രീനിൽ തന്നെ സിമ്പിൾ ബോർഡർ. ഇതേ വർക്ക് തന്നെ കേട്ടോ സാരിയുടെ രണ്ട് ബോർഡറും വരുന്നത്. ബോഡി ഇങ്ങനെയാണ് വരുന്നത്. ബോഡിയും ഒരു ഡിസ്ചാർജ് പ്രിൻ്റ് ഉണ്ട്, ബോഡി പ്ലെയിൻ അല്ല വരുന്നത് കണ്ടോ. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡി വരുന്നത്. ബോർഡർ കംപ്ലീറ്റ് ഈ ഒരു ലീഫ് പാറ്റേണിലുള്ള ചെയിൻ സ്റ്റിച്ച് മോഡലിലായിരിക്കും വരുന്നത്. സോഫ്റ്റ് മെറ്റീരിയലാണ്, സോഫ്റ്റ് സെമി സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. പല്ലു സെയിം സ്റ്റൈലിൽ തന്നെ ഇതേ ആ ഒരു ആപ്ലിക്കോക്കും ത്രെഡ് എംബ്രോയിഡറിയും തന്നെയാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഈ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ സാരിയുടെ മെറ്റീരിയൽ. ഞാൻ 1 ലെയറിൽ കാണിക്കാം കണ്ടോ. വളരെ ലൈറ്റ് ഫാബ്രിക്കാണ് വരുന്ന സാരി. ബ്ലൗസ് അവൈലബിൾ ആണ്. ബ്ലൗസ് സെയിം ആ ഒരു ടോണിൽ തന്നെ പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. ഗ്രീനിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ്. ആ ബോർഡറിൻ്റെ ആ ഒരു കളർ ഉണ്ടല്ലോ അതേ കളറിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് അക്വാ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് കേട്ടോ. സെയിം അതേ വർക്ക് തന്നെയാണ് വരുന്നത്. ഫുൾ ആ ഒരു ലീഫ് പാറ്റേണിലുള്ള ത്രെഡ് വർക്ക് വന്നിട്ട് അതിന് ഹൈലൈറ്റ് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലാണ് ഫുൾ വർക്ക് വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം കേട്ടോ. ലോങ്ങറിൽ ഇത്
കൺവേ ആവുമെന്ന് അറിയത്തില്ല. ഈ ഒരു വർക്കിൻ്റെ ആ ഒരു ഭംഗി കണ്ടോ, ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. ഒരു പൗഡർ ബ്ലൂ ടോണിലുള്ള ബോർഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ കളറിലായിരിക്കും ബ്ലൗസ് വരുന്നത്. പല്ലു, ബ്ലൗസ്. വീണ്ടും നല്ലൊരു ഇംഗ്ലീഷ് കളർ ടോണിലാണ് സാരി വരുന്നത്. സെയിം അതേ ആ ഒരു ബേജ് ടിൻറ്റഡ് ചീക്കു സാരിയുടെ ഷെയ്ഡ് കേട്ടോ. ഇതിൽ വരുമ്പോഴും ഒലിവ് ഗ്രീനിലാണ് സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാട്ടോ, വളരെ കംഫർട്ടബിളാണ് നമുക്ക് ഡ്രേപ്പ് ചെയ്യാനും സാരി. ഈ ഒരു സ്റ്റൈലാണ് വരുന്നത്. ഞാൻ ആ ഒരു ടെക്സ്ചർ സാരിയുടെ ഒരു ഫാബ്രിക് കണ്ടോ, ലൈറ്റ് ഫാബ്രിക്കാണ്, ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് വിത്ത് ആപ്ലിക് വർക്കിൽ സെറി വുവൺ ആ ഒരു ചെയിൻ സ്റ്റിച്ച് മോഡൽ, ഒലിവ് ഗ്രീൻ ബോർഡർ. നല്ല കോമ്പിനേഷൻസാണ്, സോഫ്റ്റ് കോമ്പിനേഷനാണ്. ആ ഒരു ചിക്കു ബ്ലെൻഡഡ് ബേജിൽ ഒലിവ് ഗ്രീൻ ആയിരിക്കും കോമ്പിനേഷൻ വരുന്നത്. ഒലിവ് ഗ്രീനിൽ തന്നെയായിരിക്കും വിത്ത് ബ്ലൗസ്. വീണ്ടും ഡിഫറെൻറ്റ് പാറ്റേണിലും ഡിഫറെൻറ്റ് ഫാബ്രിക്കിലുമാണ് നെക്സ്റ്റ് സാരി വരുന്നത്. പ്യുവർ ജൂട്ട് കോട്ടൺ ആണ്, സോഫ്റ്റ് ജൂട്ട് കോട്ടൺ ആണ് സാരിയുടെ ഫാബ്രിക് കേട്ടോ. ബ്ലാക്ക്, നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ്, നല്ല വൈബ്രൻറ്റ് കളർ കോമ്പിനേഷനിലായിരുന്നു സാരി വരുന്നത്. ഇതായിരിക്കും സ്റ്റൈൽ വരുന്നത്. ബോഡിയിൽ ഒരു തിൻ സ്ട്രൈപ്പ് ഡിസൈൻസ് ഉണ്ട്. ബോഡിയിൽ ഒരു സെൽഫ് വുവൺ പാറ്റേൺസ് വരുന്നുണ്ട്. ഗംഗാ ജമുന പാറ്റേണിലാണ് ബോർഡേഴ്സ് വരുന്നത് സാരിക്ക്. ഈ ഒരു സ്റ്റൈൽ ഒരു റസ്റ്റിക് ഓറഞ്ച് ബോർഡർ വിത്ത് ഡാർക്ക് മെറൂൺ ആയിരിക്കും ലോവർ ബോർഡർ വരുന്നത്. മുന്താണി, പല്ലു വരുന്നതും ഒരു തിൻ സ്ട്രൈപ്പ് ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ മുന്താണിയിലും. കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയിൽ ആ ഒരു ബോർഡർ ഡീറ്റെയിലിങ് പറയുമ്പോഴാണെങ്കിൽ ഇങ്ങനെ വരും. തിൻ ലൈൻ പാറ്റേൺസ് വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ പ്രിൻറ്റഡ് ആയിട്ട് ഇക്കത്തോ അല്ലെങ്കിൽ കലംകാരി ബ്ലൗസോ അതൊക്കെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഡ്രേപ്പ് ചെയ്യാം. അത് കൂടാതെ ഇതായിരിക്കും സാരിയുടെ പാറ്റേൺ വരുന്നത്. ബ്ലൗസ് വരുന്നത് മെറൂണിൽ തന്നെ ആ ഒരു തിൻ ലൈൻസിലാണ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ പാലറ്റ് വരുന്നത് ഒരു ബീട്രൂട്ട് ബ്ലെൻഡഡ് മെറൂൺ ആട്ടോ. ബീട്രൂട്ട് ടോൺ ചേർന്ന് വരുന്ന നല്ലൊരു മെറൂണാണ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെയാണ്, ഒരു തിൻ ലൈൻ പാറ്റേണിലാണ് ബോഡി വരുന്നത്. ഗംഗാ ജമുന പാറ്റേണിൽ തന്നെ ഡിഫറെൻറ്റ് കളർ പാലറ്റിലായിരിക്കും ബോർഡേഴ്സ് വരുന്നത്. ഒരു റെഡ് ആൻഡ് റസ്റ്റിക് ഓറഞ്ച് പല്ലു, ബ്ലൗസ് വരുന്നത് ബ്ലാക്ക്. നെക്സ്റ്റ് സാരി വരുന്നത് നമുക്കൊരു ക്രിസ്മസ് ഒക്കേഷൻ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ ക്രിസ്മസ് കളർ തീമിലാണ് സാരി വരുന്നത്. വൈറ്റ് ആൻഡ് റെഡ് ആണ് കോമ്പിനേഷൻ വരുന്നത്. ഫാബ്രിക് വരുന്നത് പ്യുവർ മസ്ലിൻ സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു ഓഫ് വൈറ്റ് ഓഫ് ക്രീം അതാണ് സാരിയുടെ ടോൺ കേട്ടോ. അതിൽ സെറി വുവൺ മോട്ടീവ്സ് ആയിരിക്കും എൻറ്റയർ ബോഡിയിലും വരുന്നത്. ജാംദാനി വുവൺ സ്റ്റൈലുള്ള ത്രെഡ് വീവ് മോട്ടീവ്സ് വരുന്നുണ്ട് സാരിയിൽ വിത്ത് ഡബിൾ സൈഡ് ബോർഡർ വരുന്നതും ജാംദാനി വീവിൽ തന്നെയാണ്. റെഡിലാണ് ബോർഡർ വരുന്നത്. പ്യുവർ മസ്ലിൻ ആട്ടോ സാരിയുടെ ഫാബ്രിക് വരുന്നത്. കണ്ടോ, ബോർഡർ വരുമ്പം ആ ഒരു റെഡിൽ റെഡ് ത്രെഡും അതിലൊരു ഗോൾഡൻ സെറിയിലുള്ള മോട്ടീവ്സ് വരുന്നുണ്ട്. ജാംദാനി വുവൺ സ്റ്റൈലിൽ റിവേഴ്സ് സൈഡ് ഇങ്ങനെ വരും കേട്ടോ. ഫുൾ അതേ പാറ്റേൺ ആയിരിക്കും ബാക്ക് സൈഡ് വരിക. ബോഡി വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് ജാംദാനി വുവൺ സ്റ്റൈലിൽ വരുന്നത്. വൈറ്റ് തന്നെയുള്ള ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. ഗോൾഡൻ സെറി മോട്ടീവ്സും വരുന്നുണ്ട്. അത് വേർട്ടിക്കലായിട്ട് എൻറ്റയർ ബോഡിയും ഈ ഒരു സ്റ്റൈലിൽ തന്നെ വുവൺ പാറ്റേൺസ് വരുന്നുണ്ട്. കൂടാതെ സ്മോൾ ബൂട്ടി വർക്കും ഫുൾ ബോഡിയിൽ വരുന്നുണ്ട്. വീണ്ടും അതേ ഫ്ലോറൽ മോട്ടീവ്സ് വരും. ഇതായിരിക്കും ബോഡി വരുന്നത് കംപ്ലീറ്റ് ആയിട്ട്. പ്യുവർ മസ്ലിൻ ആയതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റാണ് സാരിയുടെ മെറ്റീരിയൽ. അറിയാമല്ലോ, വളരെ ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ് മസ്ലിൻ ഫാബ്രിക്. മുന്താണി അതേ പാറ്റേണിൽ തന്നെയായിരിക്കും സാരിയിൽ. കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ സാരിയുടെ പല്ലു വരുന്നുണ്ട്. ഫുൾ ആ ഒരു ജാംദാനി വുവൺ പാറ്റേണിൽ തന്നെ വിത്ത് ബ്ലൗസിൻ്റെ സ്ലീവിലും അതേ ബോർഡർ വരുന്നുണ്ട്. ഇതായിരിക്കും ബോർഡർ വരും. നെക്സ്റ്റ് സാരി വീണ്ടും ഫാബ്രിക് മാറിയിട്ടുണ്ട്. ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു കളർ പാലറ്റിലാണ് വരുന്നത്. ലാവൻഡർ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ലാവൻഡർ വിത്ത് ഒരു ലാവൻഡർ ടിൻറ്റഡ് ഒരു പിങ്കാണ്. പിങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ലാവൻഡർ തന്നെ ലൈറ്റ് ടോൺ അതായിരിക്കും ബോഡി വരുന്നത്. ബോർഡർ വരുന്നത് ലാവൻഡർ ടോൺ. ഫ്ലോറൽ പാറ്റേണിലാണ് ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നത് സാരിയിൽ. ഈ ഒരു സ്റ്റൈലിലായിരിക്കും കേട്ടോ വരുന്നത്. അതേ പാറ്റേണിൽ തന്നെ മുന്താണി ലാവൻഡർ ടോണിൽ തന്നെയാണ് ഫ്ലോറൽ ഡിസൈൻസ്. സെയിം ലാവൻഡറിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ്. സെയിം ഡിസൈൻ തന്നെ കേട്ടോ, സെയിം ഡിസൈനും സെയിം ഫാബ്രിക്കും തന്നെ. കളർ മാത്രമേ മാറിയിട്ടുള്ളൂ. ഇത് വരുമ്പം ഒരു പിങ്കാണ്, ഒരു ലാവൻഡർ ബ്ലെൻഡഡ് പിങ്കാണ് സാരിയുടെ ഷെയ്ഡ്. ഫ്ലോറൽ ഡിസൈൻസ് ആയിരിക്കും കേട്ടോ ഫുൾ സാരി വരുന്നത്. മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ലൈറ്റ് ചിക്കു ആണ് സാരിയുടെ ബേസ് വരുന്നത് കേട്ടോ. ഫ്ലോറൽ ഡിസൈൻസ് ഫുൾ സാരിയിലും വരുന്നുണ്ട്. എല്ലാ സാരീസിനും ഞാൻ പറയാൻ വിട്ടുപോയി, എല്ലാ സാരീസിനും ഈ ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് കൂടാതെ എൻറ്റയർ ബോഡിയിലും ഡിസ്ചാർജ് പ്രിൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഡിസൈൻ്റെ തന്നെ ഡിസൈൻസ് ആയിരിക്കും എൻറ്റയർ ബോഡിയും വരുന്നത്. അതിലായിരിക്കും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ, പല്ലു, ബ്ലൗസ്. സ്കൈ ബ്ലൂ ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത്. സ്കൈ ബ്ലൂയിലും ഫ്ലോറൽ ഡിസൈൻസ് ഈ ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ. ഫ്ലോറൽ പാറ്റേൺസ് വരുന്നത് നല്ലൊരു ലീഫ് ഡിസൈൻസിലായിരിക്കും ബോഡി വരുന്നത്. ഫുൾ ഡിസ്ചാർജ് ഡിസൈൻസ് വന്നിട്ട് അതിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. നല്ലൊരു ഡിസൈനർ പാറ്റേണിലാണ് എല്ലാ സാരീസും വരുന്നത്. പല്ലു, ബ്ലൗസ്.
നല്ല ബ്യൂട്ടിഫുൾ കളർ പാലറ്റിലും ബ്യൂട്ടിഫുൾ ഡിസൈൻസിലും ആട്ടോ ഈ ഒരു ലിനൻ സാരീസ് വരുന്നത്. ഇതും ആ ഒരു ലാവൻഡർ പിങ്ക് തന്നെയാണ് സാരിയുടെ ആ ഒരു ബോർഡർ വരുന്നത്. സോഫ്റ്റ് കളർ ടോണിലായിരിക്കും സാരിയിലെ ഡിസൈൻസ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസാണ് വരുന്നത് ഫുൾ സാരി. മുന്താണി, ബ്ലൗസ്. വീണ്ടും സോഫ്റ്റ് കളർ പാലറ്റ്, പൗഡർ ബ്ലൂ വിത്ത് സ്കൈ ബ്ലൂ ആണ് നെക്സ്റ്റ് സാരിയുടെ കോമ്പിനേഷൻ. ഫ്ലോറൽ ഡിസൈൻസ് ആയിരിക്കും കേട്ടോ. ഈ ഒരു പാറ്റേൺ വരുന്നത് ഫ്ലോറൽ ഡിസൈൻസ്. ബോഡി വരുന്നത് കംപ്ലീറ്റ് ഡിസ്ചാർജ് ഡിസൈൻസിലായിരിക്കും വരുന്നത്. മുന്താണി, ബ്ലൗസ്. നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു ഇന്ന് വന്നത്. അതിൽ ലാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ. ഇതും അതേ പാറ്റേൺ തന്നെ ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെയായിരിക്കും വരുന്നത്. സോഫ്റ്റ് ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ. പല്ലു ഈ ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. എല്ലാ സാരീസും ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ്.